വളരെയധികം പ്രസരിപ്പോടുകൂടി വളരെയധികം ചങ്കൂറ്റത്തോടുകൂടി നഗരസഭാ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു കുഞ്ഞനുജത്തി. എനിക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് വിളിക്കാൻ തോന്നുന്നത്. ഇത് വൈഷ്ണ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്. ഇവിടെ മുട്ടട വാർഡിലെ നഗരസഭാ ഇലക്ഷന് മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ എപ്പോഴൊക്കെ ഫോൺ വിളിച്ചപ്പോഴെല്ലാം 1, 2 ആ റിങ്ങിനുള്ളിൽ ഫോൺ എടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന ഒരാൾക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പറയുന്നു? തീർച്ചയായും ഇങ്ങനൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ, അതായത് ശബരിചേട്ടൻ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വന്നതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വരുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമായി കാണുന്നു. പിന്നെ ഇതെൻ്റെ വാർഡാണ്, നമുക്ക് വളരെ പരിചയം. കാരണം നമ്മുടെ മുൻ സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത് ലാലൻ ചേട്ടൻ. അപ്പോൾ ലാലൻ ചേട്ടൻ്റെ തെരഞ്ഞെടുപ്പിനായാലും പാർലമെൻറ്റ് ഇലക്ഷൻ ആയാലും എല്ലാം നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്ത് ഞാൻ ജനിച്ച് വളർന്ന, ഞാനും അച്ഛനും അമ്മയും എല്ലാം ജനിച്ച് വളർന്നൊരു വാർഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പുതിയ മുഖങ്ങളൊന്നും അധികമായിട്ടില്ല. എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാർ, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു ടെൻഷൻ, അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഒരു സ്റ്റുഡൻറ് ആയിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്നൊരു വ്യക്തിയാണ്, ഇപ്പോൾ ഒരു വലിയ കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു വൈഷ്ണ ഈ ഒരു ചേഞ്ച് ഓവറിനെ? അതെ, നമ്മൾ തീർച്ചയായും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഈ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം പുതിയ മുഖങ്ങളില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. പിന്നെ നമ്മൾ ഇത്ര നാൾ കണ്ട പോലെ അല്ല. ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട്, ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കുകയാണ്, നമുക്ക് പിന്തുണ ആവശ്യപ്പെടണം, പ്രാർത്ഥിക്കാൻ പറയണം, കൂടെ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, ആ ഒരു വേരിയേഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മുട്ടടയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണ്? എൻ്റെ മുട്ടട ഇനി ഇതുവരെയും എൻ്റെ മുട്ടട തന്നെയാണ്, പക്ഷേ ഇനി എൻ്റെ മുട്ടട എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. എൻ്റെ മുട്ടട എന്നുള്ള രീതിയിൽ മുട്ടടയെക്കുറിച്ചുള്ള സ്വപ്നം അത് ജനങ്ങൾ അറിയട്ടെ. അത് ഇനിയുള്ള കാലങ്ങൾ ഉത്തരവാദിത്തങ്ങളോട് കൂടിയ കാലങ്ങളാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം തന്നെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഇറങ്ങി നടന്നപ്പോൾ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെരുവ് നായശല്യം. അത് ഭയങ്കര. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം IAS അക്കാഡമികൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് കുറവങ്കോണം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ദിനംപ്രതി രാത്രി ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട്, വെളുപ്പിന് ക്ലാസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്, പകല് പോകുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്കെല്ലാം ഇറങ്ങി നടക്കണമെങ്കിൽ ഈ തെരുവ് നായശല്യം ഇല്ലാണ്ടിരുന്നാലേ പറ്റുള്ളൂ. നമ്മൾ തന്നെ പേടിച്ചാണ് നടക്കണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ഇലക്ട്രിക് വയറുകൾ ഒട്ടും തന്നെ സുരക്ഷയോടുകൂടിയല്ല അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെയിൻ റോഡുകളെല്ലാം ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബൈ റോഡുകൾ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാത്തൊരു സാഹചര്യമാണ്. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഭൂരിഭാഗം പേര്, ഞാൻ ഉൾപ്പെടെ ആൾക്കാർ ബൈ റോഡുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. വീടുകൾ ബൈ റോഡിലാണ് വരുന്നത്, മെയിൻ റോഡിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യാത്ത ഒരു മീഡിയം ക്ലാസ്സിനോട് അതിലേക്ക് വരുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്യാത്തൊരു രീതിയാണ് മുട്ടടയിലുള്ളത്. അപ്പോൾ ബൈ റോഡുകൾ ഇപ്പോൾ ഈ താഴെ തന്നെ നോക്കി നിങ്ങൾക്കറിയാം, ഒട്ടും ടാർ ചെയ്തിട്ടില്ല, ഫുള്ള് ചരലും കുഴിയും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ സ്കിഡ് ചെയ്ത് വീഴാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികളൊക്കെ വണ്ടി ഓട്ടിച്ച് വരുമ്പോൾ അങ്ങനെ വീഴാനുള്ള, അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ ഓടി നടന്നതൊക്കെ ശരിയാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു പാലത്തിന് ഇന്നലെ തറക്കല്ലിട്ടു. ഈ ഇലക്ഷൻ വരുമ്പോൾ ഉള്ള തറക്കല്ലിടിയിലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് എത്രത്തോളം കണ്ടിന്യൂഷൻ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുട്ടടയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി പറഞ്ഞ പോലെ അതെ, വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ എല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ജനങ്ങൾ തന്നെയാണ്, എൻ്റെ ആൾക്കാരാണ്, എൻ്റെ സ്വന്തക്കാരും എൻ്റെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്രത്തോളം നന്നായിട്ട് ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമ്മൾ കൊടുക്കും. CPMൻ്റെ കോട്ട എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവിടെ എത്രത്തോളം ഈ സംരംഭം, ഈ വരുന്ന ഈ ഒരു സംരംഭം എത്രത്തോളം ഗൗരവമായി കാണുന്നു? CPMൻ്റെ കോട്ടയൊന്നുമല്ല ഒന്നാമത്തെ കാര്യം. കാരണം തിരുവനന്തപുരം നഗരസഭാ ഇലക്ഷനിലാണ് ഇവിടെ CPM ജയിക്കുന്നത്, അതായത് LDF ജയിക്കുന്നത്. ബാക്കി വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം കോൺഗ്രസ് അല്ലെങ്കിൽ UDF ലീഡ് ചെയ്യുന്ന ഒരു വാർഡാണ് മുട്ടട വാർഡ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു, നമ്മുടെ മുൻ കാൻഡിഡേറ്റ് ആണ് ഈ നിൽക്കുന്നത്. നേരത്തെ കഴിഞ്ഞ തവണ 210 ഉപതെരഞ്ഞെടുപ്പ് നടന്നൊരു വാർഡാണ്. 203 വോട്ടിനാണ് നമ്മുടെ കാൻഡിഡേറ്റ് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ അത്രയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് കോൺഗ്രസിൻ്റെ വാർഡാണെന്ന് വിശ്വസിക്കും. കാരണം ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഒരിക്കലും
CPM-ന്റെ കുത്തക അല്ലെങ്കിൽ CPM-ന്റെ വാർഡ് അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു തിരുത്തൽ ഉണ്ടാവണം ഇത്തവണ. തീർച്ചയായും തിരുത്തലുണ്ടാവും. മുട്ടട വാർഡിലെന്നല്ല, തിരുവനന്തപുരം നഗരസഭ ഒന്നടങ്കം അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാവും. കാരണം UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണല്ലോ. ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ഞങ്ങളാണ്. സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായും ധൈര്യം കാണിച്ചു. നമ്മൾ വെൽ പ്ലാൻഡ് ആണ്. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് വളരെ വലിയ സ്പേസ് ആണ് ജനങ്ങൾക്കിടയിൽ. കാരണം തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതികളും കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ റിസൾട്ട് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ഉണ്ടാവും. മൾട്ടി ടാസ്കിൻ്റെ ആളാണെന്നാണ് ഞാൻ വൈഷ്ണയെ കുറിച്ച് കേട്ടുള്ളത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഭംഗിയായി ചെയ്യുന്നു. അതിനൊരുപാട് കഴിവുള്ള ആളാണ്. ആ ഒരു സ്കില്ല് എങ്ങനെ നമുക്കിതിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? അല്ല, അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ. ഞാൻ ഡിഗ്രി പഠനം വുമൻസ് കോളേജിലായിരുന്നു ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് കയറി. ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തതാണ്. ഞാൻ പറഞ്ഞ ഒരു ആങ്കറാണ് ഞാനും എന്നുള്ളത്. പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തു. ഇപ്പോൾ കേരള ലോ അക്കാഡമിയിൽ LLB ചെയ്യുന്നു. 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. യൂണിറ്ററി ബാച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴും ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെയും കൂടെ പോയി റിക്വസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് നമ്മുടെ സാഹചര്യമാണ്. അങ്ങനെ വലിയ കഴിവുണ്ടായിട്ടൊന്നും അല്ല. എന്തായാലും ഒരു യുവരക്തം വരുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും. എല്ലാ ആശംസകളും വൈഷ്ണയ്ക്ക്. വൈഷ്ണയുടെ ഈ ചിരി, ഈ പ്രത്യാശയോടെയുള്ള പോസിറ്റീവായിട്ടുള്ള ഈ ചിരി, ഇതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തും സന്തോഷത്തോടുകൂടി ചങ്കുറപ്പോടുകൂടി വീണ്ടും ചിരിക്കാൻ സാധിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.